എല്ലാവർക്കും കൊമേഴ്സ് ഇൻഫോടെക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം അക്കൗണ്ടൻസിയിൽ രണ്ട് കാര്യങ്ങളെ പഠിച്ചോളൂ. അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്, അത് സിമ്പിളായിട്ടുള്ള ലെവലിലും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലെവലിലുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഭാഷയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നു എന്ന് ചോദിച്ചു, നമ്മൾ പഠിച്ചു. ഒരു ഭാഷയുടെ അടിസ്ഥാന ധർമ്മം എന്ന് പറയുന്നത് ആശയവിനിമയം ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബിസിനസ്സിൻ്റെ വിവരങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നത് അക്കൗണ്ടിങ്ങിലൂടെയാണ്. അതുകൊണ്ടാണ് അക്കൗണ്ടിങ്ങിനെ ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. അടുത്ത് നമ്മൾ പഠിച്ചത് സിസ്റ്റമാറ്റിക് ആയിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, അക്കൗണ്ടിങ് ഈസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം വിച്ച് റിസീവ്സ് ഡേറ്റ, process the data and gives its output in the form of information which is useful for decision making. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ആദ്യം അവിടെ ഡേറ്റകൾ സ്വീകരിക്കുന്നു, എന്നിട്ട് ആ സ്വീകരിച്ച ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് ഇൻഫർമേഷനാക്കി തരുന്നു. ആ ഇൻഫർമേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. പക്ഷേ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ആ ഡെഫിനിഷനിൽ എത്തിച്ചേരുന്നതിന് അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സുകൾ, അക്കൗണ്ടിങ്ങിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ്, ധർമ്മങ്ങൾ എന്തെല്ലാം. ഇത് പ്രത്യേകമായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ധാരാളം പ്രാവശ്യം പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അല്ലെങ്കിൽ ചോദിക്കും, നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റ് ആയി ജോലി കിട്ടി. വാട്ട് ആർ ദ ഫങ്ഷൻസ് ടു ബി പെർഫോംഡ് ബൈ യു? നിങ്ങൾ അവിടെ എന്തെല്ലാം ജോലികൾ ചെയ്യും? യു ആർ അപ്പോയിന്റഡ് ആസ് ആൻ അക്കൗണ്ടന്റ് ഓഫ് എ ഫേം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ടു ബി പെർഫോംഡ് ആസ് ആൻ അക്കൗണ്ടന്റ്? നിങ്ങൾക്കൊരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി ജോലി കിട്ടിയാൽ നിങ്ങൾ എന്തെല്ലാം ജോലികൾ അവിടെ ചെയ്യണം, എന്തെല്ലാം ഫങ്ഷൻസ് ചെയ്യണം? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചോദ്യത്തിനുള്ള ആൻസറിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഫസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആദ്യത്തെ പ്രോസസ്സ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. എന്താണ് ട്രാൻസാക്ഷൻ എന്ന് ചോദിച്ചാൽ ഇടപാടുകൾ എന്ന് പറയും. ഇടപാട്, നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു, സാധനങ്ങൾ വിൽക്കുന്നു, സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നു. ഇതെല്ലാം നമ്മുടെ സ്ഥാപനത്തിൻ്റെ ട്രാൻസാക്ഷൻസ് ആണ്, ഇടപാടുകളാണ്. അപ്പോൾ ആദ്യം ബിസിനസ് ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ എന്ന് വെച്ചാൽ കണ്ടെത്തണം. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബിസിനസ്സിൽ ധാരാളം ട്രാൻസാക്ഷൻസ് നടക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. രാജു എന്ന് പറഞ്ഞൊരു വ്യക്തി 1,00,000 രൂപ വെച്ചുകൊണ്ട് ഒരു ബിസിനസ് ആരംഭിച്ചു. ഓക്കെ, അതിനുശേഷം അയാൾ 10,000 രൂപയ്ക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, സാധനങ്ങൾ വാങ്ങി വിൽക്കാൻ വേണ്ടി സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ഓക്കെ, കൂടാതെ 1,000 രൂപ അയാൾ തൻ്റെ മകന് കൊടുത്തു, പോക്കറ്റ് മണി ആയിട്ട് കൊടുത്തു. ഇങ്ങനെ പറയുക, ഒരു സെൻറ്റൻസ് ആയിട്ട് പറയുകയാണ്. രാജു എന്ന് പറഞ്ഞൊരു വ്യക്തി 1,00,000 രൂപ വെച്ചുകൊണ്ട് ബിസിനസ് ആരംഭിച്ചു. ദെൻ 10,000 രൂപ കൊടുത്ത് അയാൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു ഫോർ സെയിൽ, വിൽക്കാനായിട്ട്. കൂടാതെ 1000 രൂപ അയാൾ തൻ്റെ മകന് പോക്കറ്റ് മണി ആയിട്ട് കൊടുത്തു. ഓക്കെ, ഇതിൽ അയാൾ തൻ്റെ മകന് 1000 രൂപ കൊടുത്തത് ദാറ്റ് ഈസ് നോട്ട് എ ബിസിനസ് ട്രാൻസാക്ഷൻ. അതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ അല്ല. അതുപോലെ അയാൾ ഒരു 2,000 രൂപയ്ക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, വീട്ടിലേക്ക് വാങ്ങി. അതും ബിസിനസ് ട്രാൻസാക്ഷൻ അല്ല. അതിന് ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന, ബിസിനസ്സിന്റെ റിസൾട്ടിനെ സ്വാധീനിക്കുന്ന, ഒരു ബിസിനസ്സിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാൻ കഴിയൂ. അപ്പൊ എന്താണ് ട്രാൻസാക്ഷൻ എന്ന് ചോദിച്ചാൽ അർത്ഥം ഇടപാടുകൾ. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകളാണ് ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഒരു ഐറ്റം തന്നാൽ അത് ബിസിനസ് ട്രാൻസാക്ഷൻ ആണോ എന്ന് കണ്ടെത്തണമെങ്കിൽ ആ ട്രാൻസാക്ഷൻ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യണം.
ഇപ്പോൾ രാജു എന്ന് പറഞ്ഞൊരു വ്യക്തി 1,00,000 രൂപ വെച്ചുകൊണ്ട് ബിസിനസ് ആരംഭിച്ചു, അതൊരു ട്രാൻസാക്ഷൻ ആണ്. 10,000 രൂപയ്ക്ക് അയാൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അത് ട്രാൻസാക്ഷൻ ആണ്. എന്നാൽ അയാൾ തൻ്റെ മകന് ഒരു 1000 രൂപ പോക്കറ്റ് മണി കൊടുത്തതോ വീട്ടിലേക്ക് 2000 രൂപ സാധനങ്ങൾ വാങ്ങിച്ചതോ ഒന്നും ബിസിനസ് ട്രാൻസാക്ഷൻ അല്ല. കാര്യം അത് ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഒരു അക്കൗണ്ടന്റ് ആദ്യം ചെയ്യാനുള്ളത് അവിടെ നടക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, ഒരു അക്കൗണ്ടന്റ് ചെയ്യേണ്ട ഒന്നാമത്തെ ഫംഗ്ഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലെ ഒന്നാമത്തെ പ്രോസസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസിന്റെ ഇടപാടുകൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് ചോദിച്ചാൽ ബിസിനസിന്റെ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഇടപാടുകളെയാണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, പർച്ചേസ്ഡ് ഗുഡ്സ് സാധനങ്ങൾ വാങ്ങുന്നു, സോൾഡ് ഗുഡ്സ് സാധനങ്ങൾ വിൽക്കുന്നു, പേയ്മെന്റ് ഓഫ് സാലറി ശമ്പളം കൊടുക്കുന്നു, പെയ്ഡ് റെന്റ് വാടക കൊടുക്കുന്നു, പെയ്ഡ് ഇൻട്രസ്റ്റ് പലിശ കൊടുക്കുന്നു. ഇതെല്ലാം എന്താണ്, ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രോസസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. സോ നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാം. രണ്ടാമത്തെ പോയിന്റ്, മെഷറിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. മെഷർ ചെയ്യുക. എന്താ മെഷർ ചെയ്യുക? അളക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞു, ബിസിനസ് തുടങ്ങി, സാധനങ്ങൾ വാങ്ങി, റെന്റ് കൊടുത്തു, ദെൻ അതിനുശേഷം ഇൻട്രസ്റ്റ് കൊടുത്തു, സാലറി കൊടുത്തു. ഇതെല്ലാം ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. ഇതിൻ്റെ വാല്യൂ നമ്മൾ മെഷർ ചെയ്യണം, അളക്കണം. എത്ര രൂപയുടെ സാധനങ്ങൾ, എത്ര രൂപ ശമ്പളം കൊടുത്തു, എത്ര രൂപ റെന്റ് കൊടുത്തു, എത്ര രൂപ പലിശ കൊടുത്തു, എത്ര രൂപ സാധനം വിറ്റു. ഇതെല്ലാം നമ്മൾ മെഷർ ചെയ്യണം. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ, മെഷർമെന്റ് ഓഫ് അല്ലെങ്കിൽ മെഷറിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസിന്റെ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? മെഷർ ചെയ്യണം. മെഷർ ചെയ്യുക, അളക്കണം. ഇൻ ദ ടേംസ് ഓഫ് മണി. ഏതിന്റെ രീതിയിലാ? മണി ആയിട്ട്, മോണിറ്ററി ടേംസ്, പണപരമായ രീതിയിലായിരിക്കണം നമ്മളത് അളക്കേണ്ടത്. എത്ര രൂപ ശമ്പളം കൊടുത്തു, എത്ര രൂപ സാധനം വാങ്ങി, എത്ര രൂപ സാധനം വിറ്റു. അപ്പൊ ഇതെല്ലാം മണി ടേംസിലായിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി. എന്നിട്ട് ആ കണ്ടെത്തിയ ബിസിനസ് ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ വാല്യൂ മെഷർ ചെയ്യണം, അളക്കണം. ഇതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. നമുക്ക് ഒന്നുകൂടെ പറയാം. ഒന്നാമത്തത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക, കണ്ടെത്തുക. രണ്ട്, ആ കണ്ടെത്തിയ ബിസിനസ് ട്രാൻസാക്ഷന്റെ വാല്യൂ മെഷർ ചെയ്യുക. ഓക്കെ, അപ്പൊ രണ്ട് ഫംഗ്ഷൻ ആയി. തേർഡ്, മൂന്നാമത്തത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. നമ്മൾ കണ്ടെത്തിയ, നമ്മൾ മെഷർ ചെയ്ത് വച്ചിരിക്കുന്ന ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്യുക എന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക. ഇപ്പൊ ജനുവരി 1-ാം തീയതി ബിസിനസ് ആരംഭിച്ചു, 2-ാം തീയതി 10,000 രൂപ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, 3-ാം തീയതി അതിൽ 2,000 രൂപ സാധനം വിറ്റു. അങ്ങനെ ഓരോ ദിവസവും നടക്കുന്ന ട്രാൻസാക്ഷനുകൾ നമ്മൾ എന്ത് ചെയ്യുക? പ്രോപ്പറായി റെക്കോർഡ് ചെയ്യുക. ഇപ്പൊ കൊമേഴ്സ് ഇൻഫോടെക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാപനം. അവിടെ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നു, അതിനുശേഷം കുട്ടികൾ ഫീസ് അടയ്ക്കുന്നു, അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു, സ്റ്റാഫുകൾക്ക്, നോൺ ടീച്ചിങ് സ്റ്റാഫിന് സാലറി കൊടുക്കുന്നു, റെന്റ് കൊടുക്കുന്നു, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നു, ക്ലീനിങ് ചാർജ് അടയ്ക്കുന്നു, ടെലിഫോൺ ബില്ല് തുടങ്ങി ധാരാളം എക്സ്പെൻസുകളുണ്ട്, ഇൻകംസും ഉണ്ട്. ഇതെല്ലാം നമ്മൾ പ്രോപ്പറായി ഓർഡർലി നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. ഇതാണ് പറയുന്ന മൂന്നാമത്തത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുക. ഇതിന് നമ്മൾ അക്കൗണ്ടൻസിയിൽ ഉപയോഗിക്കുന്ന ഒരു ബുക്കുണ്ട്. ഒരു ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ, ആദ്യമായി ഒരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ അത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന ബുക്കാണ് ജേണൽ. JOURNAL, ജേണൽ. നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മാത്രം മതി. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ഏത്? ജേണൽ. ഓക്കെ, അപ്പൊ 3 ഫങ്ഷൻസ് ആയി. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്തു, കണ്ടെത്തി. രണ്ടാമത്, ആ കണ്ടെത്തിയ ട്രാൻസാക്ഷൻസിന്റെ വാല്യൂ മെഷർ ചെയ്യുന്നു, അളക്കുന്നു.
തേർഡ്, ആ ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. എന്താ ഓർഡർ അനുസരിച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ആദ്യം ജനുവരി 1-ാം തീയതി ബിസിനസ് തുടങ്ങി, അതാദ്യം എഴുതും. എത്ര രൂപ ബിസിനസ്, എത്ര രൂപ വെച്ചുകൊണ്ടാണ് ബിസിനസ് തുടങ്ങിയത്. 2, നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു 2-ാം തീയതി, അപ്പോൾ 2-ാം തീയതി എഴുതണം. 3-ാം തീയതി സാധനം വിറ്റു, അത് 3-ാം തീയതിയെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഓർഡർ അനുസരിച്ച് തന്നെ നമ്മൾ പോകണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് സിസ്റ്റമാറ്റിക്, അടുക്കും ചിട്ടയോടും കൂടി. അപ്പോൾ 3-ാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, രേഖപ്പെടുത്തുക. അപ്പോൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്ക് ഏത് എന്ന് ചോദിച്ചാൽ ജേണൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത 4-ാമത്തെ ഫംഗ്ഷൻ നമ്മൾ പോകുന്നു. ക്ലാസിഫയിങ്. ക്ലാസിഫയിങ് ക്ലാസിഫൈ ചെയ്യുക, തരം തിരിക്കുക. നമുക്ക് നോക്കാം. ഇപ്പൊ ജനുവരി 1-ന് നമ്മൾ ബിസിനസ് തുടങ്ങി. 2-ാം തീയതി നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. 3-ാം തീയതി അതിൽ നിന്ന് കുറച്ച് സാധനം വിറ്റു. 4-ാം തീയതി വീണ്ടും നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. അതേ ഡേറ്റിൽ തന്നെ 4-ാം തീയതി നമ്മൾ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നു. അപ്പോൾ പർച്ചേസും സെയിലും എല്ലാം ഒരേ ദിവസം തന്നെ നടക്കാം. ഒരു ബിസിനസ്സിൽ ധാരാളം പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് നടക്കാം. അപ്പോൾ ഒരേ ട്രാൻസാക്ഷൻ തന്നെ വീണ്ടും വീണ്ടും അവിടെ ഉണ്ടാവുകയാണ്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഓർഡർ അനുസരിച്ച് റെക്കോർഡ് ചെയ്ത് വയ്ക്കണം. അതാണ് നമ്മൾ ജേണൽ അല്ലെങ്കിൽ 3-ാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. 4-ാമത്തെ ഫംഗ്ഷനിലാണ് നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത് വച്ചേക്കുന്നതെല്ലാം എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, തരം തിരിക്കണം. നമ്മൾ എങ്ങനെയാണ് തരം തിരിക്കുന്നത്? ഇപ്പൊ സാധനങ്ങൾ വാങ്ങിച്ചു, 2-ാം തീയതി സാധനം മേടിച്ചു, 4-ാം തീയതി മേടിച്ചു, 5-ാം തീയതി മേടിച്ചു, 8-ാം തീയതി മേടിച്ചു, 10-ാം തീയതി മേടിച്ചു. ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്ന വെച്ചാൽ ഒരേ സ്വഭാവമുള്ളവയെല്ലാം ഒരു ബുക്കിലാക്കണം. അതുപോലെ സാധനം വിറ്റു, സെയിലെല്ലാം കൂടെ വേറൊരു ബുക്കിൽ, സാലറി കൊടുത്തതെല്ലാം വേറൊരു ബുക്കിൽ. അങ്ങനെ അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ തരം തിരിച്ചു വെക്കുന്നു. സിമിലർ നേച്ചറിൽ, സിമിലർ നേച്ചർ എന്ന് വെച്ചാൽ ഒരേ സ്വഭാവമുള്ളവ, ഒരേ കണക്ക് വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ഒരു ബുക്കിലോട്ട് തരം തിരിച്ചു വെക്കണം. അതാണ് 4-ാമത്തെ സ്റ്റെപ്പ്, ക്ലാസിഫയിങ്. ആ ബുക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെഡ്ജർ. അപ്പൊ അക്കൗണ്ടൻസിലെ ചോദ്യം, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബുക്ക് ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ജേണൽ. എന്നാൽ ട്രാൻസാക്ഷൻസ് ക്ലാസിഫൈ ചെയ്യുന്ന ബുക്ക് ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ലെഡ്ജർ. ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കാനുണ്ട്. അപ്പൊ 4 ഫംഗ്ഷൻസ് ആയി. ആദ്യം എന്ത് ചെയ്യുന്നു, ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നു. അടുത്തത് ട്രാൻസാക്ഷൻസിന്റെ വാല്യൂ മെഷർ ചെയ്യുന്നു. 3, ആ ട്രാൻസാക്ഷൻസ് സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ജേണൽ. അടുത്ത 4-ാമത്, ആ റെക്കോർഡ് ചെയ്ത് വെച്ച ട്രാൻസാക്ഷൻസിൽ സിമിലർ നേച്ചർ, ഒരേ സ്വഭാവമുള്ളവയെല്ലാം നമ്മൾ മാറ്റി സെപ്പറേറ്റ് ഒരു ബുക്കിലോട്ട് മാറ്റുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ലെഡ്ജർ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നു. 5th സ്റ്റെപ്പ്, സമ്മറൈസിങ്. സമ്മറൈസിങ് എന്ന വാക്കിന്റെ അർത്ഥം ചുരുക്കി എഴുതുക എന്നാണ്. ഇപ്പം നമ്മൾ 2-ാം തീയതി സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, 4-ാം തീയതി വാങ്ങി, 5-ാം തീയതി വാങ്ങി, 8-ാം തീയതി വാങ്ങി, 10-ാം തീയതി വാങ്ങി, അങ്ങനെ കുറേ ഡേറ്റുകൾ നമ്മൾ ട്രാൻസാക്ഷൻസിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാ, ജേണൽ. എന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തു, ഒരേ സ്വഭാവമുള്ള തരംതിരിച്ച് വേറൊരു ബുക്കിലോട്ട് മാറ്റി. അതാണ് ഏത്, ലെഡ്ജർ. ഇനി നമുക്കിതിനെ ചുരുക്കി എഴുതണം. എങ്ങനെയാണ് ചുരുക്കി എഴുതുക എന്ന് പറഞ്ഞാൽ, മൊത്തം എത്ര രൂപയുടെ സാധനങ്ങൾ, ഇപ്പൊ ജനുവരി മാസത്തിൽ മൊത്തം എത്ര രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു വർഷം മൊത്തം എത്ര രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തു. അപ്പൊ പർച്ചേസസ് എന്നും പറഞ്ഞ് നമ്മളെല്ലാം കൂടെ ടോട്ടൽ ചെയ്യും. നമ്മൾ ലെഡ്ജർ എന്ന് പറഞ്ഞ ബുക്കിൽ സാധനങ്ങൾ വാങ്ങിച്ചതെല്ലാം അവിടെ കാണും. പർച്ചേസ് ചെയ്ത സാധനങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് എവിടെ കാണും, ലെഡ്ജർ. അതെല്ലാം കൂടെ നമ്മൾ ടോട്ടൽ ചെയ്യുക. അപ്പൊ ടോട്ടൽ ചെയ്താൽ മനസ്സിലായി, ജനുവരി മാസം നമ്മൾ 1,50,000 രൂപ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് സങ്കല്പിക്കുക. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, സമ്മറൈസിങ് ചെയ്യുന്നത് പർച്ചേസസ് 1,50,000 എന്ന് എഴുതും. ഇതിനാണ് ചുരുക്കി എഴുതെന്ന് പറയുന്നത്. അടുത്ത ആ മാസം നമ്മൾ ഏകദേശം 2,20,000 രൂപ സാധനം എന്ത് ചെയ്തു, രൂപയ്ക്ക് നമ്മൾ സാധനങ്ങൾ വിറ്റു. അപ്പൊ സെയിൽസ് എത്ര, 2,20,000 ചുരുക്കി എഴുതും. അത് സെയിൽസ് എന്ന് പറഞ്ഞ ലെഡ്ജർ ഉണ്ട്, അത് നോക്കി എഴുതുമ്പോൾ നമുക്ക് അതിന്റെ ടോട്ടൽ മനസ്സിലാവും. അതുപോലെ തന്നെ ആ മാസം നമ്മൾ കൊടുത്ത സാലറി എത്ര, അപ്പൊ സാലറി എന്ന് പറഞ്ഞ് ടോട്ടൽ എല്ലാവർക്കും കൂടെ കൊടുത്ത സാലറി നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച ട്രാൻസാക്ഷൻസ് ക്ലാസിഫൈ ചെയ്ത് തരംതിരിച്ച് വേറെ ബുക്കിലോട്ട് മാറ്റുന്നു. അതിനുശേഷം അതിനെ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ എടുത്തു വെച്ച് നോക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ചുരുക്കി എഴുതുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സമ്മറൈസിങ്. സമ്മറൈസിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബുക്കുകൾ ഏതെല്ലാം എന്താ നോക്കാം. ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്,
ബാലൻസ് ഷീറ്റ്. ഇപ്പൊ നമുക്ക് ഡൗട്ട് വരും, കാരണം ഇതെല്ലാം നമുക്ക് ഓരോ ചാപ്റ്ററുകളിൽ ഡീറ്റെയിൽ ആയി പഠിക്കാനുള്ളതാ. അപ്പൊ ചുരുക്കി എഴുതുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ബുക്കുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ട്രയൽ ബാലൻസ് നമ്മൾ വരച്ച ബുക്കുകളെല്ലാം കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് അത് വരയ്ക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നത് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാൻ. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇത് എഴുതി വെച്ച ചുരുക്കി എഴുതിയ രൂപത്തിൽ അവിടെയോട്ട് കൊണ്ടുവരുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ആ ബുക്കിൽ നമ്മൾ എഴുതത്തില്ല. ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത് നമുക്ക് എന്തുമാത്രം അസറ്റ് ഉണ്ട്, ആസ്തിയുണ്ട്, നമുക്ക് എന്തുമാത്രം ബാധ്യതയുണ്ട്, ഇതൊക്കെ അറിയാനാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാനാണ് ബാലൻസ് ഷീറ്റ്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ എത്ര സ്റ്റെപ്പ് ചെയ്തു? 5 സ്റ്റെപ്പ് ചെയ്തു. ഞാൻ ഒന്നും കൂടെ പറയാം, തീർന്നില്ല. ഒന്ന്, ആദ്യം ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നു. എന്തിനു വേണ്ടി ചെയ്യുന്നു? ട്രാൻസാക്ഷൻസ് ബിസിനസിനെ അഫക്റ്റ് ചെയ്യുന്നതാണെങ്കിലേ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാൻ പറ്റൂ. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം അതിന്റെ വാല്യൂ മെഷർ ചെയ്യുക. ദെൻ അതിനുശേഷം അതിനെന്ത് ചെയ്യുന്നു? നമ്മൾ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ബുക്കാണ് ജേണൽ. ദെൻ നാലാമത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഒരേ സ്വഭാവമുള്ളവയെല്ലാം തരംതിരിച്ച് വേറൊരു ബുക്കിലോട്ട് മാറ്റുന്നു. ആ സ്റ്റെപ്പാണ് ക്ലാസിഫയിങ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ബുക്കാണ് ലെഡ്ജർ. അതിനുശേഷം ഇവയെല്ലാം നമ്മൾ ചുരുക്കി എഴുതുന്നു, സമ്മറൈസിങ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ബുക്കുകൾ ഏതൊക്കെ? ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇപ്പൊ 5 സ്റ്റെപ്പായി. ക്ലിയർ ആണല്ലോ? നമുക്ക് 6ാമത്തെ സ്റ്റെപ്പിലോട്ട് പോവാം. 6ാമത്തെ സ്റ്റെപ്പ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രട്ടേഷൻ. അനാലിസിസ് ആൻഡ് ഇന്റർപ്രട്ടേഷൻ, വിശകലനം ചെയ്യുക. അപ്പൊ നമ്മൾ ചുരുക്കി എഴുതി വെച്ചേക്കുന്ന ബുക്കുകളാണ് ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതിനുശേഷം നമ്മുടെ ബിസിനസിന്റെ ലാഭവും നഷ്ടമൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു, ബിസിനസിന്റെ സാമ്പത്തിക സ്ഥിതിയും കണ്ടുപിടിച്ചു. ഇതിനുശേഷം ഇത് വിശകലനം ചെയ്യുകയാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും, ഭാവി എങ്ങനെയായിരിക്കും, ഭാവിയിൽ അടുത്ത വർഷം നമുക്ക് എത്ര വരെ സെയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് അടുത്ത വർഷം എത്ര രൂപ എക്സ്പെൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നമുക്ക് നിലവിലുള്ള ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയും. അടുത്ത വർഷം എത്ര രൂപ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും, എക്സ്പെൻസിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും, എത്ര രൂപ സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും, എത്ര രൂപ നമ്മുടെ പ്രോഡക്റ്റ് വിറ്റ് നമുക്ക് കിട്ടും എന്നുള്ള എല്ലാ ഒരു തീരുമാനത്തിലെത്താൻ നമ്മളെ സഹായിക്കുന്ന സ്റ്റെപ്പാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഇതുവരെ ചെയ്തതെല്ലാം നമ്മൾ വിശകലനം ചെയ്യുന്ന 6ാമത്തെ സ്റ്റെപ്പാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് communicating to users. കമ്മ്യൂണിക്കേറ്റിംഗ് ടു യൂസേഴ്സ്. അപ്പം നമ്മൾ ലാഭവും നഷ്ടവും എല്ലാം കണ്ടുപിടിച്ചു, അത് വിശകലനം ചെയ്തു. എന്നിട്ട് നമ്മൾ ആ ബിസിനസ്സിന്റെ ഇൻഫർമേഷൻ, അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ, ബിസിനസ്സിൻ്റെമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ വ്യക്തികളുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആരൊക്കെയാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന? ബിസിനസ്സിന്റെ ഓണർ, ബിസിനസ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ, ഇൻവെസ്റ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ബിസിനസ്സിന്റെ കൺസ്യൂമേഴ്സ്, ബിസിനസ്സിന് സാധനങ്ങൾ കടത്തിന് തരുന്ന ആൾക്കാർ, സപ്ലയേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക്, ഗവൺമെന്റ്, അങ്ങനെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ധാരാളം ആൾക്കാർ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അവർക്കെല്ലാം ഈ ബിസിനസ്സിന്റെ ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? എത്തിച്ച് നൽകണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണ് അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേറ്റിംഗ് ടു യൂസേഴ്സ്. ഇതുവരെ ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ യൂസേഴ്സിനെ എന്ത് ചെയ്യുക? അറിയിക്കുക, അവർക്ക് ഈ വിവരങ്ങൾ ലഭ്യമാക്കി കൊടുക്കുക. ഇതോടുകൂടി നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻസ് കഴിഞ്ഞു. 3 ജോലികളാണ് നിങ്ങൾക്കൊരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി ജോലി കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ചെയ്യേണ്ടത് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക, കണ്ടെത്തുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു? ആ ട്രാൻസാക്ഷൻസിന്റെ വാല്യൂ മെഷർ ചെയ്യുന്നു. വില നമ്മൾ മെഷർ ചെയ്യുന്നു, അളക്കുന്നു. എത്ര രൂപ സാധനം വാങ്ങിച്ചു, എത്ര രൂപ സാധനം വിറ്റു, എത്ര രൂപ ശമ്പളം കൊടുത്തു തുടങ്ങിയവ. അതിനുശേഷം ആ ട്രാൻസാക്ഷൻ സിസ്റ്റമാറ്റിക് ആയിട്ട് അടുക്ക് ചിട്ടയോടുകൂടി റെക്കോർഡ് ചെയ്ത് വെക്കുക. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ബുക്കാണ് ജേണൽ. അതിനുശേഷം ഈ ട്രാൻസാക്ഷൻസിൽ സിമിലർ നേച്ചറുള്ള, ഒരേ സ്വഭാവമുള്ളവയുണ്ട്, അവയെല്ലാം തരംതിരിച്ച് സെപ്പറേറ്റ് ഒരു ബുക്കിലാക്കുക. ഓരോ ബുക്കിൽ ഒരേ സ്വഭാവമുള്ളവയെ ഓരോ ബുക്കിലാക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് ലെഡ്ജർ. അതിനുശേഷം ഇതിനെ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ചുരുക്കി എഴുതണം. അതിനാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. ആ ചുരുക്കി എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന 3 ബുക്കുകളാണ് ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്.
അടുത്ത ആറാമത്തെ സ്റ്റെപ്പ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഇതിൽ നിന്ന് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ അത് വച്ചുകൊണ്ട് ബിസിനസ്സിൻ്റെ ഭാവി, ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, എത്ര രൂപ സാധനം വിൽക്കാൻ പറ്റും, എത്ര രൂപ എക്സ്പെൻസ് അടുത്ത വർഷം ഉണ്ടാവും തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊരു വിശകലനം നടത്തുക. അതാണ് ആറാമത്തെ സ്റ്റെപ്പ്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ദെൻ അവസാനം ഇതിൽ നിന്ന് കിട്ടിയ റിസൾട്ട്, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ലഭ്യമാക്കി കൊടുക്കുക, അവരെ അറിയിക്കുക. അതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 7 സ്റ്റെപ്പ് ഓർഡറിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, മെഷർമെന്റ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്. ആറാമത്തെ സ്റ്റെപ്പ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ദ ലാസ്റ്റ് സ്റ്റെപ്പ് കമ്മ്യൂണിക്കേഷൻ. നമുക്കിത് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിൽ ഒരു ഷോർട്ട് ഫോം നമുക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ എല്ലാ ആദ്യത്തെ ലെറ്റർ എടുക്കുക, IMRCSAC. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. I ഐഡന്റിഫിക്കേഷൻ, M മെഷർമെന്റ്, R റെക്കോർഡിംഗ്, C ക്ലാസിഫൈയിങ്, then S സമ്മറൈസിംഗ്, A അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, C കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു കോഡ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർഡറിൽ എഴുതാൻ കഴിയും. അപ്പൊ നോക്കുക, I എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, M മെഷർമെന്റ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, R റെക്കോർഡിംഗ്, C ക്ലാസിഫൈയിങ്, S സമ്മറൈസിംഗ്, A analysis and interpretation, C communication. These are the functions of accounting or process of accounting. അപ്പോൾ ഇത്രയും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെച്ചാൽ നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. ഇന്ന് ഇത്ര മതി. നമുക്ക് അടുത്ത ദിവസം ഡെഫിനിഷനിലേക്ക് പോവാം. നിങ്ങൾ നല്ല രീതിയിൽ ഇത് പഠിച്ച് പെർഫെക്റ്റ് ആവുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡെഫിനിഷനുമായിട്ട് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്ന് പഠിപ്പിച്ചെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇതുവരെ പഠിച്ചത് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്, സിമ്പിൾ ആയിട്ടുള്ളതും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതും നമ്മൾ പഠിച്ചു. അതിനുശേഷം ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ഓർ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടന്റ് ഓർ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്, ഇതിൻ്റെ എല്ലാം ആൻസറാണ് നമ്മൾ പഠിച്ചത്. മസ്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കേണ്ടത് കീ നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾ കറക്റ്റ് ഓർഡർ എഴുതാൻ പറ്റും. കാരണം ഓർഡർ മാറിയാൽ പോയി മാർക്ക് കിട്ടത്തില്ല. കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.